വിളക്ക് യഥാർത്ഥത്തിൽ അത് ഹിന്ദു ആചാരത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ശിവൻ്റെയും പാർവതിയുടെയും സംഗമത്തിൻ്റെ ഒരു നിദർശനമാണ്. അതാണ് ഈ നിലവിളക്കെന്ന് പറയുന്നത്. അത് മതവിശ്വാസിയല്ലാത്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നത് തന്നെ ആ മതത്തിനാണ് അതിൻ്റെ ദോഷം, മുസ്ലിമിൻ്റെ മാത്രം കാര്യമല്ല അത്. അപ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങൾ കേരളത്തിൽ പൊതുവെ മതാചാരങ്ങൾ സർക്കാർ കാര്യങ്ങളിൽ കൊണ്ടുവരുന്നത് കുറവാണ്. കർണാടകയിലും മറ്റൊക്കെ ചെന്നാൽ ഓരോരുത്തരുടെ ഓഫീസിൽ അവൻ്റെ മതം ഉണ്ടാകും, അവരവരുടെ സർക്കാർ വണ്ടികളിലും അവരവരുടെ മതം ഉണ്ടാകും. അവിടെ സർക്കാർ കാര്യങ്ങളിൽ മതേതര സ്വഭാവമാണ് വേണ്ടത്. കേരളത്തിൽ അത് ഉണ്ടെന്നാണ്. കേരളത്തിൽ ഇല്ലയെന്ന് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു നിലവിളക്കിൻ്റെ ഒരു വിഷയം മാത്രമേ ചിലപ്പോൾ, അതും വേറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ വിവാദമായിരുന്നു. കേരളത്തിൽ മതേതരമായൊരു ജീവിതശൈലിയാണ് പോളിറ്റിക്സിൽ പൊതുവേ ഉള്ളത്. മുസ്ലിം നിസ്കരിക്കാൻ പോകും, അത് രാഷ്ട്രീയമല്ലല്ലോ. ഹിന്ദു അമ്പലത്തിൽ പോകുന്നവർ അത് അവരുടെ മതമാണത്. അതിന് കേരളത്തില് 30% ഏകദേശം വരുമല്ലോ ജനസംഖ്യ, പുതിയ വന്നിട്ടില്ലെങ്കിലും കണക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ കേരളത്തില് എങ്കിലും ഈ ഇസ്ലാമിനെ കുറിച്ച് അടിസ്ഥാനപരമായ ധാരണ തിരുത്തണം, പൊതുസമൂഹത്തിനുള്ള ധാരണ. ഇപ്പം കഴിഞ്ഞ പെരുന്നാളിൽ റംസാൻ ആശംസകൾ വലിയ നേതാവ് പറഞ്ഞു. ഇത്തരം വളരെ എലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. അത് പഠിക്കണം എന്നുള്ള ഒരു ബോധം ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ നേരത്തെയൊക്കെ താമരശ്ശേരി ചുങ്കം മുതൽ അടിവാരം വരെ 18 കുരിശുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, ഇത്രയും കൂടുതൽ എന്തിനാണ് ഇവിടെ? അപ്പോൾ ഞാൻ താമസം ആ ഭാഗത്തേക്ക് മാറ്റി അവിടുത്തെ ക്രിസ്ത്യാനികളുമായി മിങ്കിളായപ്പോൾ ഈ 18 വിഭാഗത്തിൻ്റേതാ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരിലുള്ള അവരുടെ ഓരോ സെക്റ്റിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ അവരുടെ ആ ഒരു ദർജകളെക്കുറിച്ച്, മീൻസ് അവരുടെ ഓരോ സ്റ്റെപ്പുകൾ, ഓർഗനൈസേഷൻ സിസ്റ്റം, ഇതൊക്കെ ഞാൻ പഠിച്ചു. തെക്കോട്ട് വന്നാൽ, പ്രത്യേകിച്ച് ഈ കിഴക്കൻ ക്രിസ്ത്യൻ മേഖലയിലേക്ക് വന്നാൽ അവർക്കിതുപോലെ മുസ്ലിങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഒരു ബിഷപ്പുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരിക്കലേ മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലുള്ള അകൽച്ച ഉണ്ടാക്കാനുള്ള വലിയൊരു ശ്രമമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ബിഷപ്പുമായിട്ട് ഇങ്ങനെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആളുണ്ട്. ഹലാലിനെ കുറിച്ചും മറ്റ് അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം അന്ന് ഒരു സംഘടനയുടെ പേര് പറഞ്ഞു, അവർ തിരക്കേടില്ല, അവർ വളരെ എപ്പോഴും നല്ല, അവരേതാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നാട്ടിലുള്ള മതങ്ങളെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും അവരുപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള ഒരറിവ് നമുക്ക് ഉണ്ടാകണം. പ്രത്യേകിച്ച് പത്രക്കാർക്കും പൊതുപ്രഭാഷകർക്കും പ്രവർത്തകർക്കൊക്കെ എന്തായാലും അതുണ്ടാവണം. അത് വലിയ കാര്യം തന്നെയാണ്. അത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കിടയിലുള്ള അകൽച്ച ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ കാര്യം. ഈ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒരു സമയത്ത് വന്നു. അതുപോലെ ഹലാൽ റെസ്റ്റോറൻറ്റ്സിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയും വന്നു. അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയ അജണ്ടയും ഉണ്ട്. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? അതൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ എന്താണ് ഹലാൽ എന്നെല്ലാവരും ഒന്ന് ചോദിക്കും, പഠിക്കും. ഓ ഹലാൽ ഇതാണല്ലേ, കുഴപ്പമില്ല എന്ന് പറയും. ഇങ്ങനൊരു വിവാദം ഉണ്ടായിട്ടില്ലെങ്കിൽ ആരാണ് ഇതിനെക്കുറിച്ച് പഠിക്കുക? എവിടെയാണോ വിവാദം ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സമയം നോക്കിയാൽ ബാബരി മസ്ജിദ് തകർത്ത വർഷമാണ്. അതുപോലെ ഡെൻമാർക്കിൽ ഈ കാരിക്കേച്ചർ ഉണ്ടാക്കിയ സമയത്താണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്. റീസെൻ്റ്ലി ഇപ്പം ഞാൻ പറയുന്നത് ഈ ഗാസയിൽ പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം യൂറോപ്പിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരും. അങ്ങനെ എന്താണ് ഈ ഭീകരമായ ഈ സാധനം എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വിവാദങ്ങളുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് മറ്റൊരു സൈഡും കൂടിയില്ലേ,
അതായത് ഉണ്ട്. ഒരു മതത്തെ കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് ആ മതത്തെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകും. അത് ലോകത്ത് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ആശയങ്ങൾ പല ഭാഗത്തു നിന്ന് പറയും. ഏതാണോ കേൾക്കുന്നത് ചിലർ അതങ്ങനെ വിഴുങ്ങും. ചിലർ പിന്നെ എന്ത് കേട്ടാലും ഒരു ക്രിട്ടിക്കൽ മൈൻഡോട് കൂടി ചിന്തിക്കുന്നവരുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതൊക്കെ ലോകോൽപത്തി മുതൽ ലോകത്ത് നടന്നു വരുന്ന കാര്യങ്ങളല്ലേ, അതെന്നും ഉണ്ടാവും. ഒരു കാര്യം ചോദിച്ചിട്ട്, അതായത് ഇത്ര കാര്യം ചോദിക്കാം. സ്ത്രീകള് അതായത് ലോക്കൽ ബോഡി ഇലക്ഷനില് 50% സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടിപ്പോയിരുന്നു പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം പല സ്ഥലങ്ങളിലും സ്ത്രീകളാണ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നതെങ്കിലും ഭരിക്കുന്നത് പുരുഷന്മാരാണ് എന്ന് പറഞ്ഞാണ് ആ വാദം പോയത്. പക്ഷെ സ്ത്രീകൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയി അവർ എഫിഷ്യൻസി ഉള്ളവരാണ് എന്ന് പല മേഖലകളിലും പ്രൂവ് ചെയ്ത സമയം. അപ്പോൾ അത്തരത്തിലുള്ള ആർഗ്യുമെന്റ് കുറച്ച് അടിസ്ഥാനരഹിതമല്ലേ? അത് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഉണ്ടായിപ്പോയ ചില കാര്യങ്ങളാണ്. ഇപ്പം അടുത്ത് വലിയൊരു ഡിബേറ്റ് ഉണ്ടായല്ലോ. എങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടില്ലേ, BJP എന്ത് പാസ്സാക്കി? പാർലമെൻറ്റ് ഇലക്ഷനിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ വേണം എന്ന്. പക്ഷേ ഇപ്പോൾ വേണ്ട, അടുത്തതിന് മതിയെന്ന്. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു ഇപ്പം തന്നെ വേണം. എന്നാൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പം തന്നെ നടപ്പിലാക്കിക്കൂടെ? അങ്ങനെ ഒരു ആശയമാണെങ്കിൽ അതിപ്പോൾ തന്നെ നടപ്പിലാക്കാമല്ലോ. അപ്പോൾ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ CPM സെക്രട്ടേറിയറ്റ് വന്നപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് അല്ലേ, ഒരെണ്ണം പോലും പെണ്ണില്ല എന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് എണ്ണി പറയാനായി അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആ നിലക്കാണ് അത് നമ്മുടെ നാട്ടിൽ പണ്ടേ ഉള്ളൊരവസ്ഥ. സ്ത്രീകളെ ആരും പഠിപ്പിച്ചില്ല, വളർത്തിയില്ല, മുന്നോട്ട് കൊണ്ടുവന്നില്ല. അതുകൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണത്. അല്ലാതെ എല്ലാ മതങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാവും ഈ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിനൊരു തിയോളജിക്കൽ റിലീജിയസ് ഇത് കിട്ടുന്ന, അപ്പോൾ സ്ത്രീകളെ ഭരണം ഏൽപ്പിക്കുന്ന ജനത വിജയിക്കില്ല എന്ന ഹദീസ് അതുണ്ട്. അതിൻ്റെ കാരണം ജനസംഖ്യ കുറയും എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ, നമ്മുടെ നാടും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ജനസംഖ്യ കുറയുന്നു. സ്ത്രീകളെ ഭരണം ഏൽപ്പിക്കുക, പൊതുകാര്യങ്ങൾ ഏൽപ്പിക്കുക, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവാം? പ്രസവം കുറയും, ഗർഭധാരണം കുറയും, പ്രസവം കുറയും, ജനസംഖ്യ കുറയും. കാരണം കുഞ്ഞിനെ നോക്കാൻ സ്കൂളിൽ പോകാൻ രണ്ടും കൂടെ കഴിയുമോ? അപ്പോൾ കുട്ടി വേണ്ടാന്ന് വയ്ക്കും. ഇപ്പോൾ റഷ്യ, നോർത്ത് കൊറിയ, ചൈന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിൻ പറഞ്ഞു തമിഴ്നാട്ടിലെ സ്ത്രീകളോട് പ്രസവിക്കൂ, കുട്ടികളില്ല, നാട് ജെറിയാറ്റിക് സ്റ്റേറ്റ് ആകാൻ പോവാണ് എന്ന്. ആ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം നേരത്തെ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ഈ റെയർ വനിതകളെ കുറിച്ചുള്ള പ്രശ്നങ്ങളല്ല കേട്ടോ ഈ പറയുന്നത്. അപൂർവമായിട്ട് സ്ത്രീകൾ അങ്ങനെ വന്നേക്കാം, ചില സാഹചര്യങ്ങൾ അവർ വരേണ്ടിയും വരും. സ്ത്രീകൾക്ക് സ്ത്രീകളോട് യോജിച്ച രീതിയിലുള്ള ജോലികളും കാര്യങ്ങളും വേണം. പുരുഷന്മാർക്ക് അവരോട് യോജിച്ചുള്ള കാര്യങ്ങളും വേണം. തെങ്ങ് കയറുന്ന സ്ത്രീകളുണ്ട്, JCB ഓട്ടിക്കുന്ന ഷേവലും ബുൾഡോസറും ചലിപ്പിക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ കൽപ്പന ചവളയുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകളുണ്ടാവാം, റെയർ ഉണ്ടാവാം. ഈ റെയർ സ്പീഷീസിന് നോക്കിയിട്ടല്ലല്ലോ പൊതുനിയമങ്ങൾ ഉണ്ടാവുക. അപ്പോൾ പഞ്ചായത്തിൽ നിഴൽ ഭരണമാണ് എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്സിൽ ഞാൻ കൂടുതലില്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ നമ്മൾ രാഷ്ട്രീയക്കാരിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ, പുതുപ്പാടിയിലെ പഞ്ചായത്തിൽ ഒരു പെണ്ണാണ്. അവിടെ അവളുടെ ഭർത്താവാണ് ഭരിക്കൽ. ഇതെല്ലാ സ്ഥലത്തുള്ള അനുഭവം. അതേ സമയത്ത് നല്ല ബോൾഡായിട്ട് ആണുങ്ങളെയും കൂടെ ഭരിക്കാൻ പറ്റുന്ന ഇന്ദിരാഗാന്ധിയെ പോലുള്ള സ്ത്രീകൾ നമ്മുടെ പഞ്ചായത്തുകളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ മലബാറിന് പുറത്തുള്ളവർക്ക് സമസ്ത എന്നൊരു വാക്കൊക്കെ നമ്മൾ വളരെ അടുത്താണ് കേട്ടു തുടങ്ങിയത്, ചർച്ചകളിൽ വന്നു തുടങ്ങിയത്. അതും ഇപ്പോൾ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ സമസ്തയ്ക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും വളരെ അടുത്ത കാലത്താണ്. ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വന്തം വ്യക്തിത്വത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സംഘടന തന്നെയല്ലേ സമസ്ത? തീർച്ചയായും സമസ്ത സ്വന്തമായി തന്നെ നിൽക്കേണ്ടത്. കാരണം അത് പണ്ഡിതന്മാരാണ്. മതത്തിൻ്റെ ആധികാരികമായ ശബ്ദം പണ്ഡിതന്മാരുടേതാണ്. അതവർ തന്നെയാണ് പറയേണ്ടത്. അതിൻ്റെ കീഴിലാണ് മറ്റെല്ലാ സംഘടനകളും വരുന്നത്.
ഇനി മുസ്ലിം ലീഗും സമസ്തയും ഒന്നാണെന്നുള്ളൊരു രീതിയിൽ പ്രവർത്തനവും ചിന്താഗതിയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? അല്ല, അത് പഴയ കാലത്ത് മുസ്ലിം ലീഗിൽ കൂടുതലും സുന്നികൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഈ സമസ്തയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമായതുകൊണ്ടും ഒക്കെ അങ്ങനെ വളർന്നു വന്നൊരു കാര്യമായിരിക്കാം. അധ്യക്ഷ സ്ഥാനത്തൊക്കെ സുന്നികൾ തന്നെയാണല്ലോ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ലീഗിൽ. അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ട്, സുന്നി അല്ലാത്തവരുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ നേതൃത്വത്തിലോ അണികളിലൊക്കെ ഈ വഹാബി സ്വാധീനം എത്രത്തോളം ഉണ്ട്? അതാണൊരു ഘടകം എന്ന് പറയുന്നത് ശരിയാണോ? വഹാബികൾ പണ്ടേ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഏത് നാട്ടിലും അവർ രാഷ്ട്രീയത്തിൽ കയറി കൂടാൻ വേണ്ടി നന്നായി ശ്രമിക്കും. സൗദി അറേബ്യയിലും അത് തന്നെയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും സുന്നി സമൂഹം പൊതുവെ പഴയ കാലത്ത് അത്തരം വിഷയങ്ങളിലേക്കൊന്നും തീരെ കടന്നു വരില്ല. അവരവരുടെ മതവും ദീനും കൃഷിയും അതുമായി മാത്രം നിൽക്കുമായിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ നല്ല ഇൻവോൾവ്മെൻറ്റ് ഇൻ്റർഫിയറൻസ് നടത്താൻ തുടങ്ങി സുന്നി സംഘടനകൾ. കക്ഷി രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമുണ്ട് എന്ന അവസ്ഥയിലേക്ക് വന്നു. അതിനതിൻ്റേതായ നേട്ടവും ഉണ്ടായിട്ടുണ്ട്, സമൂഹത്തിനുണ്ടായിട്ടുണ്ട്.